നമസ്കാരം. എൻഡോസ്കോപ്പിക് സർജറി അഥവാ കീഹോൾ സർജറി ന്യൂറോസർജിക്കൽ പ്രാക്ടീസിനെ തന്നെ മാറ്റിമറിച്ച ഒരു ചികിത്സാ രീതിയാണ്. മുൻകാലത്ത് തലയോട്ടി തുറന്ന് മാത്രം ചെയ്യാൻ പറ്റിയിരുന്ന പല സർജറീസും ഇപ്പോൾ എൻഡോസ്കോപ്പി വഴി ചെയ്യാൻ പറ്റുന്നതാണ്. എൻഡോസ്കോപ്പിക് സർജറീസ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയി ചെയ്യുന്നത് തലച്ചോറിന്റെ താഴ്ഭാഗത്തിരിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന ട്യൂമേഴ്സ്, പിറ്റ്യൂട്ടറി അഡിനോമ എന്ന് പറയുന്ന ട്യൂമേഴ്സിനാണ്. എന്നാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന പല ട്യൂമറുകൾക്കും കണ്ടീഷൻസിനും നമുക്ക് എൻഡോസ്കോപ്പി വഴി സർജറി ചെയ്യാവുന്നതാണ്. ഇത് മൂക്കിലൂടെ ആയിരിക്കും ചെയ്യുന്നത്. എന്നാൽ തലയോട്ടിയിൽ ചെറിയൊരു ദ്വാരമുണ്ടാക്കി അതിലൂടെ ക്യാമറ അകത്തേക്ക് കയറ്റി ചെയ്യുന്ന സർജറീസും വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തലച്ചോറിനുള്ളിൽ നീരോടുന്ന ഭാഗത്ത് ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ അല്ലെങ്കിൽ സിസ്റ്റ് പോലുള്ള വളർച്ചകൾ, ഇതിന്റെ സർജറീസും എൻഡോസ്കോപ്പി വഴി നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുകൂടാതെ തലച്ചോറിനുള്ളിൽ രക്തസ്രാവം കാരണം ഉണ്ടാകുന്ന സ്ട്രോക്കുകൾക്കും ഇപ്പോൾ ഈ എൻഡോസ്കോപ്പി വഴി കെട്ടിക്കിടക്കുന്ന ബ്ലഡ് ക്ലോട്ട്സിനെ എടുത്തു മാറ്റാനുള്ള ഓപ്ഷൻസും ഇപ്പോൾ അവൈലബിൾ ആണ്. മറ്റൊരു കോമൺ കണ്ടീഷനായ ട്രൈജമിനൽ ന്യൂറാൽജിയ, അതായത് മുഖത്തിന്റെ ഒരു ഭാഗത്ത് അതിതീവ്രമായി ഉണ്ടാകുന്ന വേദനയാണ്. ഇത് തലച്ചോറിനുള്ളിലെ ഒരു ഞരമ്പും രക്തക്കുഴലും തമ്മിൽ തട്ടുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രോബ്ലംസ് പല ആൾക്കാർക്കും ഉണ്ടാകുന്നത്. ഇതിന്റെ ചികിത്സ മുൻകാലത്ത് ചെയ്തിരുന്നത് തലയോട്ടി തുറന്നിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിട്ടാണ് പലപ്പോഴും ചെയ്യേണ്ടി വരാറുള്ളത്. ഇപ്പോൾ ഇതിനും എൻഡോസ്കോപ്പി വഴി നമുക്ക് ചികിത്സ അവൈലബിൾ ആണ്. ചെറിയ മുറിവിലൂടെയുള്ള സർജറി, പെട്ടെന്നുണ്ടാകുന്ന റിക്കവറി, ഇൻഫെക്ഷന്റെ റിസ്ക് കുറയ്ക്കുക എന്നുള്ളത് എൻഡോസ്കോപ്പിക് സർജറിയുടെ സവിശേഷതകളാണ്.